പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതലെന്നും നയിക്കും തന്നെയാണ്. ട്രൂ ഫെയ്ത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ യാക്കോബായ സഭയിലെ യൂട്യൂബ് ആലുക്കൽ കോർ എപ്പിസ്കോപ്പ്. സത്യവിശ്വാസം സംബന്ധിച്ച കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. എന്ന് പറയുന്നത് വിശുദ്ധ വിവാഹത്തെ പറ്റിയാണ്. വിവാഹത്തെ പറ്റി 2-3 കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ സ്വർഗത്തിൽ നടക്കാനിരിക്കുന്ന കുഞ്ഞാടിൻ്റെ കല്യാണത്തിൻ്റെ ഒരു മുൻ രൂപമാണ് ഈ ലോകത്തിലെ നമ്മുടെ വിവാഹങ്ങളൊക്കെ. അപ്പോൾ സ്വർഗത്തിൽ കുഞ്ഞാടിൻ്റെ കല്യാണം തന്നെ 2ാമത്തെ വരവിലാണല്ലോ സംഭവിക്കുന്നത്. ഇവിടെ കുഞ്ഞാടെന്ന് പറയുന്നത് കർത്താവാകുന്ന മണവാളനും മണവാട്ടി എന്ന് പറയുന്നത് സഭയുമാണ്. ഇവിടെ മാത്രമല്ല, അവിടെയും അങ്ങനെ തന്നെയാണ്. സ്വർഗത്തിലും 2ാമത്തെ വരവിലെ കാര്യം പറയണേ. അപ്പോൾ സ്വർഗത്തിൽ നിന്ന് തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വിശുദ്ധ മാലാഖമാരുമായി കർത്താവ് എഴുന്നള്ളി വരും. മധ്യാകാശത്തിലാണ് അവൻ പ്രത്യക്ഷപ്പെടുന്നത്. അഗ്നി സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. ഈ അഗ്നി സിംഹാസനത്തെയാണ് നീതിയുടെ സിംഹാസനം, വെള്ള സിംഹാസനം ഒക്കെ പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടും. ശരീരം തേജസ്കരിക്കപ്പെട്ട്, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മരിച്ചവർ ഉയർക്കുമ്പോഴും ശരീരം തേജസ്കരിക്കപ്പെടും. ജീവനോടിരിക്കുമ്പോൾ മധ്യാകാശത്തിലേക്ക് എടുക്കപ്പെടുമ്പോഴും തേജസ്കരിക്കപ്പെട്ട ശരീരത്തിലൂടെയാണ് എടുക്കപ്പെടുന്നത്. അവിടെ വെച്ച് ന്യായവിധി ഉണ്ടാവും. ന്യായവിധിക്ക് ശേഷം സ്വർഗത്തിലേക്ക് ഒരു കൂട്ടർ എടുക്കപ്പെടും. എല്ലാവരും എടുക്കപ്പെടണമെന്ന് നമ്മുടെ ആഗ്രഹം. അതെങ്ങനെ നടക്കണം നമുക്കറിയില്ല. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തെ ആസ്വദമാക്കിയിരിക്കും ആ എടുക്കപ്പെടൽ, അല്ലെങ്കിൽ സ്വർഗത്തിലേക്കുള്ള മാറ്റം. എല്ലാവരും എടുക്കപ്പെടും, അങ്ങനെ വേണം ധരിക്കാൻ. സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നത് ശരിയായ വിശ്വാസികളും ദൈവത്തെ പ്രീതിപ്പെടുത്തി ജീവിക്കുന്നവരും ആയിരിക്കും. അവൻ്റെ കർത്താവ് 2ാമത് വരുമ്പോൾ അങ്ങനെ നമ്മൾ ചിന്തിക്കാം. മണവാട്ടി പറയുന്ന ഒരു പാട്ടുണ്ട് നമ്മുടെ വിവാഹ ശുശ്രൂഷയിലെ. നാഥാ നോക്കുക സുന്ദരി ഞാൻ, എന്നെ ഏറ്റുക മണിയറയിൽ, നിന്നുടെ മടിയിൽ ശയനം ചെയ്യലട്ടെ ഞാൻ സുഖനിദ്ര. നാഥ, ഞാൻ സുന്ദരിയാണ്. ഞാൻ അന്യദൈവങ്ങളെ ആരാധിക്കാൻ പോയിട്ടില്ല. അവിടെ ശാരീരിക സൗന്ദര്യമല്ല പറയുന്നത്, ആത്മീയ സൗന്ദര്യമാണ്. ശാരീരിക സൗന്ദര്യം വേണോ, അത് ഞാൻ പിന്നെ പറയാം. അതാ നോക്കുക സുന്ദരി ഞാൻ അന്യദൈവങ്ങളെ ആരാധിക്കാൻ പോയിട്ടില്ല, നിന്നെ മാത്രം നോക്കിയിരിക്കുകയാണ്. എന്നെ ഏറ്റുക മണിയറയിൽ. ആ മണിയറയിലേക്ക് എന്നെ കൊണ്ടുപോകാം. ഏതാ മണിയറ? സ്വർഗമാകുന്ന മണിയറയിലേക്ക് എന്നെ കൊണ്ടുപോകണം. നിന്നുടെ മടിയിൽ ശയനം ചെയ്ത് ഇയലട്ടെ ഞാൻ സുഖനിദ്ര. നിന്റെ മടിയിൽ ഞാൻ തലവെച്ച് ഒന്ന് കിടന്നുറങ്ങി ഞാൻ ഒന്ന് സുഖമായി ഉറങ്ങട്ടെ, ഞാനൊന്ന് വിശ്രമിക്കട്ടെ, അല്ലെങ്കിൽ ഞാനൊന്ന് ആ ഉറക്കമൊന്ന് ആസ്വദിക്കട്ടെ, ഇയലട്ടെ. അങ്ങനെ പല അർത്ഥങ്ങളുണ്ട് അതിന്. ഇയലട്ടെ, ആസ്വദിക്കട്ടെ, വിശ്രമിക്കട്ടെ എന്നൊക്കെ പറയാം അതിൻ്റെ അർത്ഥം. അങ്ങനെ സഭയാകുന്ന മണവാട്ടി പറയുമ്പോൾ കർത്താവ് പറയും, ഇത് പറഞ്ഞതൊക്കെ ശരിയാണോ? നമ്മുടെ വിവാഹം എൻ്റെ പിതാവിനാൽ അംഗീകരിക്കപ്പെട്ട് നിശ്ചയിക്കപ്പെട്ടു. ആ നിശ്ചയത്തിൻ്റെ അച്ചാരമായ മോതിരത്തിൻ്റെ, അല്ലെങ്കിൽ അതിൻ്റെ പ്രതീകമായ മോതിരത്തിൻ്റെ
അടയാളമായി ഞാൻ നിനക്ക് വിശുദ്ധ കുർബാന സ്ഥാപിച്ചു തന്നു. അന്ന് നിനക്ക് ചില ഉപദേശങ്ങളും എൻ്റെ പിതാവ് തന്നു. നീ ഇതൊക്കെ അനുസരിച്ചാണോ ജീവിക്കുന്നത്? നീ അന്യ ദൈവങ്ങളെ ആരാധിക്കാൻ പോയിട്ടുണ്ടോ? നീ അന്യ പുരുഷന്മാരെ അന്യ അർത്ഥത്തിൽ നോക്കിയിട്ടുണ്ടോ? നീ എന്നെ മാത്രം വിചാരിച്ച് ധ്യാനിച്ചാണോ ജീവിച്ചിരുന്നത്? എൻ്റെ കാന്തനെ പോലെ സൗന്ദര്യമേറിയ മറ്റൊരാളില്ല എന്ന് നീ പൂർണ്ണമായി വിശ്വസിച്ച് ആത്മീയമായും സൗന്ദര്യമായും കർത്താവിനേക്കാൾ വലുതായിട്ട് ആരുമില്ല നീ ജീവിച്ചത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും നമ്മളോട്, സഭയോട് ചോദിക്കും. ആരൊക്കെ നീ ഉത്തരം പറയേണ്ടി വരും. വെറുതെ ഞാൻ സുന്ദരിയാണെന്ന് പറഞ്ഞ് പഴയുടെ കാര്യമില്ല. ഞാൻ നിന്നെ മാത്രം ആരാധിച്ചിട്ടുള്ളൂ, നിന്നെ മാത്രം നോക്കിയിരുന്നിട്ടുള്ളൂ. ഞാൻ വിശുദ്ധ കുർബാന അനുഭവിച്ചിട്ടുണ്ട്. അത് സ്വർഗത്തിൽ ലഭിക്കാനിരിക്കുന്ന സ്വർഗീയ ആനന്ദത്തിൻ്റെ ഒരു മുൻ ആസ്വാദനമാണ് വിശുദ്ധ കുർബാന. ആ സ്വർഗീയ സൗഭാഗ്യം തന്നെയാണ് നമ്മൾ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ സ്വർഗത്തിൽ ആഘോഷിക്കുന്നു, അനുഭവിക്കുന്നു, ആനന്ദിക്കുന്നു. എന്ന് പറഞ്ഞാൽ പിതാവിനെയും പുത്രനെയും പരിശുദ്ധ റൂഹായും അവരായിരിക്കുന്ന അവസ്ഥയിൽ നേരിട്ട് കണ്ട് അവനെ സ്തുതിച്ച് പാടി ആരാധിക്കുന്നതാണ്. നേരിട്ട് കാണുമ്പോൾ എന്ന് പറയുമ്പോൾ പുത്രനെ ആത്മാവിന് ശരീരത്തിൽ കാണാം, പിതാവിനെയും പരിശുദ്ധ റൂഹായെയും കാണാൻ ആത്മാവിൽ മാത്രമേ സാധിക്കുള്ളൂ. അതെങ്ങനെ സാധിക്കുകയാണ്, എങ്ങനെ കാണുക എന്നൊന്നും ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. അപ്പം എന്തുമാത്രം അർത്ഥത്തിലാണ് നമ്മുടെ വിവാഹത്തിൻ്റെ ആ ശുശ്രൂഷകൾ പരിശുദ്ധ പിതാക്കന്മാർ ക്രമീകരിച്ചിരിക്കുന്നത് നാം ശ്രദ്ധിക്കണം. ഈ ഒരു ഓർമ്മ നീ മറുപടി പറയേണ്ടി വരും. വെറുതെ പാട്ട് പാടിയിട്ട് കാര്യമില്ല. എൻ്റെ പിതാവ് നിനക്ക് തന്ന നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഉപദേശങ്ങൾ അല്ലെങ്കിൽ കൽപ്പനകൾ നീ അംഗീകരിച്ച് ജീവിച്ചിട്ടുണ്ടോ എങ്കിലേ നിന്നെ ആ ചേർക്കുള്ളൂ. യോഹന്നാൻ 14:3 പറയുന്നുണ്ട്, ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർത്ത് കൊള്ളാം. ചേർത്ത് കൊള്ളണമെങ്കിൽ പിതാവിൻ്റെ ഉപദേശങ്ങളൊക്കെ നീ അനുസരിച്ചിരിക്കണം. കർത്താവ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ഒരുത്തരും എൻ്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ല. അപ്പോൾ ഇതിന് നമ്മൾ മറുപടി പറയേണ്ടി വരും. ഒരു കാര്യം അത്. രണ്ടാമത്തെ കാര്യം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായമാണ് ആ വിവാഹ ശുശ്രൂഷയ്ക്ക് വായിക്കുന്നത്. എവങ്കേലിയൻ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, അവർ ഇരുവരും ഒരു ശരീരമായിട്ട് തീരും എന്നാണ് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നത്. ഒരു ശരീരം. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മാതാവിനെയും പിതാവിനെയും വിട്ടേന്ന് പറഞ്ഞതുകൊണ്ട് അമ്മയപ്പന്മാർ ഉപേക്ഷിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം. അപ്പോൾ പിതാവും മാതാവും ഭാര്യ ഭർത്തൃബന്ധമല്ല, അതിൻ്റെ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പോൾ ഈ മക്കള് കുഞ്ഞാടിൻ്റെ കല്യാണത്തിൻ്റെ മുൻരൂപമായി വിവാഹത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. അവരെപ്പോഴും സന്തോഷിക്കണം. ഞാൻ വളർത്തിയ മകളാണ്, ഞാൻ വളർത്തിയ മകനാണ്, എന്നെ വിട്ട് അവളോട് ചേർന്നിരിക്കാൻ അവൻ അവളോടാണ് കൂടുതൽ സ്നേഹം എന്നൊക്കെ പറഞ്ഞ് അവരെ ഉപദേശിക്കാൻ നോക്കണ്ട. അവരെ സന്തോഷത്തിലേക്ക് വിട്ടുകൊടുക്കുക. അവരെ ആനന്ദിച്ച് ജീവിക്കട്ടെ. നമ്മളൊരു കാര്യത്തിൽ ഇടപെടണ്ട. ലെറ്റ് ദം ബി ഹാപ്പി അറ്റ് എനി ടൈം. അവരെപ്പോഴും സന്തോഷവും തരാതിരിക്കട്ടെ. അതിലേ നമ്മുടെ സന്തോഷവും. എന്നാൽ തെറ്റിലേക്ക് വീണു പോയാൽ ശ്രദ്ധിക്കണം, ഉപദേശിക്കണം. അല്ലാതെ അനാവശ്യമായിട്ട് എപ്പോഴും അവർ ഉപദേശിക്കേണ്ട കാര്യമില്ല. ആദം ഒറ്റയ്ക്ക് ഇരിക്കുന്നത് നല്ലതല്ലെന്ന് കണ്ടാണ് ഹവ്വയെ അവനോട് ചേർത്ത് കൊടുത്തത്. തക്ക തുണ തന്നെയാണ് ദൈവം ആദമിന് കൊടുത്തത്. ആദമിന് ഭാര്യ വേണമെന്ന് അവൻ പറഞ്ഞില്ല. പക്ഷെ അവനിങ്ങനെ ഗ്ലൂമി ആയിട്ടിരിക്കുക, എപ്പോഴും ഒരു മോഹനായിട്ടിരിക്കുകയാണ്. ഒരു സന്തോഷമില്ല.
ഈ തോട്ടത്തിലെ സർവ്വമരങ്ങളും നിനക്ക് ഭക്ഷിക്കാം, ഇതിലെ സകല ജീവികളും നിന്റെ അടിമയായിരിക്കുന്ന ഈ രാജാവാണ് എന്നൊക്കെ പറഞ്ഞെങ്കിൽ അവന് വലിയ സന്തോഷമില്ല. അതുകൊണ്ടാണ് സ്ത്രീ അവനെയും തന്നെ സൃഷ്ടിച്ച് കൊടുത്തത്. പക്ഷേ തക്ക തുണ കൊടുത്തതിൻ്റെ കൂടെ സ്വാതന്ത്ര്യവും കൊടുത്തു. നിനക്ക് പഴം പറിക്കുകയോ പറിക്കാതിരിക്കുകയോ ചെയ്യാം. അവള് സ്വാതന്ത്ര്യം ദുർവിനിയോഗം ചെയ്തു, പാപത്തിൽ വീണു. അങ്ങനെ പാപത്തിൽ വീഴാതിരിക്കാനായിട്ട് ഈ ദമ്പതിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് രണ്ടാമത്തെ കാര്യം. ഒരു കാര്യം കൂടെ പറഞ്ഞാൽ തീർക്കാം. മൂന്നാമത്തെ കാര്യം, നമ്മുടെ വിവാഹം ഒരു കോൺട്രാക്റ്റ് അല്ല, ഒരു കവനൻ്റാണ്. ദൈവവുമായിട്ടുള്ള ഒരു ഉടമ്പടിയാണത്, കവനൻ്റാണത്. മിക്കവാറും മറ്റ് സഭക്കാരുടെ വിവാഹമൊക്കെ കോൺട്രാക്റ്റാണ്. മണവാളൻ മണവാട്ടിയെ മോതിരമടിക്കുന്നു, മണവാളൻ മണവാട്ടിയെ മാലയിടിക്കുന്നു, മണവാളൻ മണവാട്ടിക്ക് വസ്ത്രം കൊടുക്കുന്നു, മന്ത്രകോടി കൊടുക്കുന്നു. ഇതൊന്നും പരിശുദ്ധമായ വിവാഹത്തിൻ്റെ അടയാളങ്ങളല്ല. ആദമനെ ഹവ്വയെ യോജിപ്പിച്ച് പിതാവാൻ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് ദൈവത്തിൻ്റെ സ്ഥാനാപതിയായ പട്ടക്കാരൻ മാല വാഴ്ത്തിയിടിക്കും, മോതിരമിടിക്കും, മന്ത്രകോടി തലയിൽ അണിയിക്കും, മൂടുപടം. അത് പരിശുദ്ധമായ വിവാഹമാണ്. അതിനനുസരിച്ച് ജീവിക്കാൻ ദമ്പതിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പരസ്പരം സ്നേഹിക്കണം. നിങ്ങളുടെ സ്നേഹം കണ്ട് ഇവരെ കൂട്ടിച്ചേർന്ന ദൈവം സ്തുതിക്കപ്പെടണം, മഹത്വീകരിക്കപ്പെടണം, നമ്മുടെ വായുകളാലും പ്രവർത്തികളാലും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ഓർത്ത് ജീവിക്കാൻ ദമ്പതിമാരും മാതാപിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.